ലോകം മുഴുവൻ അടക്കി ഭരിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് കേരളത്തിലെ ഈ കാടുകൾക്കുള്ളിൽ ഒളിബോർ നടത്തുന്ന ഒരു നാട്ടുരാജാവിനെയും കുറച്ച് കൂട്ടാളികളെയും പിടിക്കാൻ വേണ്ടി മാത്രം പുതിയൊരു പോലീസ് സേനയെ ഉണ്ടാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും കേൾക്കുമ്പോ ഇതൊരു സിനിമയിലെ കഥ പോലെ തോന്നും. പക്ഷെ അതായിരുന്നു യാഥാർത്ഥ്യം. അതെ അതെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വിശദമായ വിശകലനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ആവേശകരമായ ആ പോരാട്ടങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും കേരള PSC ബിരുദതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 അധ്യായങ്ങൾ, അതായത് രണ്ടാം പഴശ്ശി കലാപവും 1812 കുറിച്യർ കലാപവും. നമ്മൾ അനാവശ്യമായ വലിയ മുഖവുരകളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. വെറുതെ കുറെ വർഷങ്ങളും പേരുകളും കാണാപാഠം പഠിക്കുന്ന ആ ഒരു പഴയ രീതി മാറ്റിയിട്ട് ആ സംഭവങ്ങൾ എങ്ങനെ, എന്തുകൊണ്ട് നടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യം. പരീക്ഷാ ഹാളിൽ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു കഥയുടെ പശ്ചാത്തലം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് തന്നെ ഒന്ന് പോകാം, അല്ലേ? തീർച്ചയായും. ചരിത്രം പഠിക്കാൻ എപ്പോഴും ഏറ്റവും നല്ല വഴി അതിന്റെ കാലാനുക്രമം, അതായത് ആ ഒരു ക്രോണോളജി മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ 1792 മുതൽ 1800 വരെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ടൈം ലൈൻ പോലെ പരിശോധിക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ നിന്നാണല്ലോ ഇതിന്റെയൊക്കെ ഒരു തുടക്കം. അതെ, ആ ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താൻ വയനാട് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. ഈ ഒന്നാം കലാപത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച വലിയ നികുതി നയങ്ങളായിരുന്നു, അല്ലേ? കണ്ണൂരിലെ പുരളിമലയായിരുന്നു ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രം. ശരിയാണ്. പക്ഷേ 1797 ഈ കലാപം പെട്ടെന്ന് അവസാനിക്കുകയാണ്. ചിറക്കൽ രാജാവ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അവരുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കി. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പഴശ്ശിരാജാവിന് 8000 രൂപ വാർഷിക ഭൃത്യം, അതായത് അലവൻസ് നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി എന്നതാണ്. ഇത്രയും വലിയൊരു കലാപം വെറുമൊരു അലവൻസിൽ പെട്ടെന്ന് അവസാനിക്കാൻ എന്തായിരിക്കും ഒരു കാരണം? അവിടെയാണ് നമ്മൾ ആ കാലത്തെ വലിയൊരു രാഷ്ട്രീയ ചിത്രം മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നാം കലാപം അവസാനിച്ചത് പെട്ടെന്ന് ബ്രിട്ടീഷുകാർക്കൊരു സമാധാനത്തോട് താൽപ്പര്യം തോന്നിയിട്ടൊന്നും അല്ല കേട്ടോ. ഓഹോ. അതെ, ഇരു കൂട്ടർക്കും ആ സമയത്ത് ഒരു വെടിനിർത്തൽ അത്യാവശ്യമായിരുന്നു. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം മൈസൂരുമായി അവർക്ക് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ കാട്ടിനുള്ളിലെ ഗറില്ല പോരാളികളുമായി സമയം കളയാൻ അവർക്ക് തീരെ താൽപ്പര്യമില്ലായിരുന്നു. മറുഭാഗത്തെ രാജാവിനാണെങ്കിൽ തന്റെ സേനയെ ഒന്ന് പുനഃസംഘടിപ്പിക്കാനും ശക്തി സംഭരിക്കാനും കുറച്ച് സമയം കിട്ടിയല്ലേ? കൃത്യം. അതൊരു താൽക്കാലിക ശമനം മാത്രമായിരുന്നു. 1799 വൊഡയാർ രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ പുതിയൊരു ഉടമ്പടി വന്നതോടെ കാര്യങ്ങൾ വീണ്ടും മാറി. അതിന്റെ ഭാഗപത്രമായിട്ടാണ് 1800 രണ്ടാം പഴശ്ശിക്കലാപം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോ 1800 രണ്ടാമതും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള പെട്ടെന്നുള്ള കാരണം, അതായത് ആ ഒരു ഇമ്മീഡിയറ്റ് കോസ് വളരെ വ്യക്തമായിരുന്നു. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം കാനറയ്ക്കും കോയമ്പത്തൂരിനുമൊപ്പം വയനാടും തങ്ങളുടെ സ്വന്തമാണെന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. പക്ഷേ വയനാട് തന്റെ സ്വന്തം ജില്ലയാണെന്ന് പഴശ്ശിരാജാവ് ശക്തമായി വാദിച്ചു. ഇവിടെ നമ്മൾ വയനാടിന്റെ പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെ, വയനാട് എന്നത് ആ സമയത്ത് വെറുമൊരു സാധാരണ ഭൂപ്രദേശം മാത്രമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഒരുമാതിരി ചെസ് കളിയിലെ ഏറ്റവും വലിയൊരു കോട്ട പോലെ. അതായത് ആർക്കാണോ ആ ഉയർന്ന പ്രദേശങ്ങളും കാടുകളും നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്ക് വലിയൊരു മുൻതൂക്കം കിട്ടും. അതുകൊണ്ടല്ലേ അവരത്രയും പിടിവാശി കാണിച്ചത്. നിങ്ങൾ പറഞ്ഞ ആ ചെസ് ബോർഡിലെ ഉപമ വളരെ കറക്റ്റാണ്. ഭൂമിശാസ്ത്രപരമായി വയനാട് നൽകുന്ന ആ ഒരു തന്ത്രപരമായ മുൻതൂക്കം ചെറുതല്ല. മൈസൂരുമായി അതിർത്തി പങ്കിടുന്ന വയനാട് അക്കാലത്തെ ഒരു പ്രധാന വാണിജ്യപാതയും സൈനിക പാതയുമായിരുന്നു. അവിടുത്തെ ഭൂപ്രകൃതിയും ഒരു ഘടകമായിരുന്നില്ലേ? തീർച്ചയായും. ഇടതൂർന്ന കാടുകളും ദുർഘടമായ മലനിരകളും. അതായത് അവരുടെ പരമ്പരാഗത യുദ്ധമുറകൾക്കപ്പുറം ഒളിപ്പോരിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. വയനാടിന്റെ നിയന്ത്രണം ആരുടെ കൈകളിലാണോ അവർക്കായിരിക്കും മലബാറിലെ സൈനിക നീക്കങ്ങളുടെ മുൻതൂക്കം. ഇത് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ രാജാവ് തയ്യാറല്ലായിരുന്നു. അപ്പോൾ സ്വന്തം നാട് സംരക്ഷിക്കാൻ രാജാവുണ്ടാക്കിയ സൈന്യം ചില്ലറക്കാരായിരുന്നില്ല. തികച്ചും വ്യത്യസ്തരായ ആളുകളെ അദ്ദേഹം ഒരുമിപ്പിച്ചു. നായർ, കുറിച്യർ,
മാപ്പിള മുസ്ലിം തുടങ്ങി പല സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈയൊരു സഖ്യം അദ്ദേഹം രൂപീകരിക്കുന്നത്. അതെ. പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാറുള്ള ഈ സൈന്യത്തിലെ പ്രധാന കമാൻഡർമാരുടെ പേരുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പിന്നെ കൈതേരി അമ്പുനായർ, പല്ലൂരേമൻ നായർ. പിന്നെ എടുത്തു പറയേണ്ടത് കുറിച്യരുടെ വീരനായകനായ തലക്കൽ ചന്തു. ഇവരൊക്കെ ഒത്തുചേർന്നപ്പോൾ ബ്രിട്ടീഷുകാർ ശരിക്കും പ്രതിരോധത്തിലായെന്ന് വേണം പറയാൻ. പ്രതിരോധത്തിലായെന്ന് മാത്രമല്ല, കാട്ടിനുള്ളിലെ ഈ സൈന്യത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഏറ്റവും മികച്ച സൈനിക തലവനെ തന്നെ മലബാറിലേക്ക് അയക്കേണ്ടി വന്നു. വാവ്! അതെ, 1800-ൽ മലബാർ, സൗത്ത് കാനറ, മൈസൂർ എന്നിവയുടെ കമാൻഡർ ഇൻ ചീഫായി സർ ആർതർ വെല്ലസ്ലിയെ അവർ നിയമിച്ചു. ഈ വെല്ലസ്ലിയെ നിങ്ങൾക്കറിയാമോ? പിന്നീട് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന് ലോകചരിത്രത്തിൽ അറിയപ്പെട്ട അതേ വെല്ലസ്ലിയാണ് ഈ പോരാട്ടം നയിക്കാൻ വന്നത്. ഹോ, അപ്പോ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാവല്ലോ. കേണൽ സ്റ്റീവൻസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ ഉപയോഗിച്ച് അവർ വയനാട് പിടിച്ചെടുത്തു. അതോടെ പോരാട്ടം കുറച്ചുകൂടി രൂക്ഷമായി, അല്ലേ? അതെ. ബ്രിട്ടീഷ് സൈന്യം രാജാവിന്റെ പ്രധാന നേതാക്കളെ ഓരോരുത്തരെയായി വേട്ടയാടാൻ തുടങ്ങി. ചുഴലി നമ്പ്യാരെയും പാറുവേൽ നമ്പ്യാരെയും അവർ പിടികൂടി. ഇതിൽ പാറുവേൽ നമ്പ്യാരെ അവർ ക്രൂരമായി തൂക്കിലേറ്റി കേട്ടോ. മറ്റുള്ളവരിൽ ഒരു ഭയമുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അവിടുന്ന് അങ്ങോട്ട് ബ്രിട്ടീഷുകാരുടെ നടപടികൾ കുറച്ചുകൂടി ക്രൂരമാവുകയാണ്. 1801 നവംബറിൽ ലഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം രാജാവിന്റെ പ്രധാന കമാൻഡറായ കണ്ണവത്തു ശങ്കരൻ നമ്പ്യാരെ പിടികൂടി കണ്ണവത്തു വെച്ച് തന്നെ തൂക്കിക്കൊന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണല്ലോ 1802 ജനുവരിയിൽ കളക്ടർ മേജർ മക്ലിയോഡ് ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും നിരായുധരാക്കാൻ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്താൽ കലാപം അവസാനിക്കും എന്ന മക്ലിയോഡ് കരുതിയിരിക്കാം. പക്ഷേ സ്വന്തം ജനതയുടെ പക്കൽ നിന്ന് അവരുടെ ആയുധങ്ങൾ പിടിച്ചുവാങ്ങുന്നത് യഥാർത്ഥത്തിൽ തീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായില്ലേ? തീർച്ചയായും അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനു പറ്റിയ വളരെ വലിയൊരു അബദ്ധമായിരുന്നു. മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധങ്ങൾ വെറുമൊരു യുദ്ധോപകരണം മാത്രമായിരുന്നില്ലല്ലോ. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പിന്നെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു അത്. അതെ അതെ. അതെടുത്തുമാറ്റിയത് അവരെ അടിമകളാക്കാനുള്ള നീക്കമായിട്ടാണ് അവർ കണ്ടത്. ഇതിന്റെ ഫലം വളരെ വലുതായിരുന്നു. 1802 ഒക്ടോബറിൽ എടച്ചേന കുങ്കൻ നായരും തലയ്ക്കൽ ചന്തുവും ഒരുമിച്ച് ചേർന്ന് പനമരം കോട്ട ആക്രമിച്ച് കീഴടക്കി. അവിടെയുണ്ടായിരുന്ന 70 ഇംഗ്ലീഷ് സൈനികരെയാണ് അവർ വധിച്ചത്, അല്ലേ? മക്ലിയോഡിന്റെ നയത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. അതെ. പിന്നെ സൈനികമായി മാത്രമല്ല, സാമ്പത്തികമായും ബ്രിട്ടീഷുകാർക്ക് ഈ സമയത്ത് വലിയ ആഘാതങ്ങൾ ഏൽക്കുന്നുണ്ട്. ഈ കലാപകാലത്ത് നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് അഞ്ചരക്കണ്ടി. ഏഷ്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ കറുവപ്പട്ട പ്ലാന്റേഷൻ, അതായത് സിനമൺ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചരക്കണ്ടിയിലായിരുന്നു. ഈ പോരാളികൾ അത് പൂർണ്ണമായും നശിപ്പിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാമ്പത്തികമായി അത് വലിയൊരു പ്രഹരമായിരുന്നു. ഈ തിരിച്ചടികളൊക്കെ നേരിട്ടതോടെ കമ്പനി തങ്ങളുടെ തന്ത്രം മാറ്റി. വെറും സൈന്യത്തെയും തോക്കുകളെയും കൊണ്ട് മാത്രം ഇതിനെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ പ്രാദേശികമായി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1200 പോലീസുകാരുള്ള കൊൽക്കർ എന്നൊരു പുതിയ സേനയെ നിയോഗിക്കുന്നത്. അപ്പൊ ഈ കൊൽക്കർ സേന അങ്ങനെയുണ്ടായതാണ്? അതെ. ഇതോടൊപ്പം ഭരണപരമായ മാറ്റങ്ങളും അവർ കൊണ്ടുവന്നു. 1804-ൽ സബ് കളക്ടറായി തോമസ് ഹാർവി ബേബർ തലശ്ശേരിയിലെത്തുന്നു. ഈ കലാപം എങ്ങനെയും അടിച്ചമർത്തുക എന്ന പൂർണ്ണ ചുമതല ബേബർക്കായിരുന്നു. ഈ തോമസ് ഹാർവി ബേബറുടെ വരവ് ശരിക്കും ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു എന്ന് പറയാം. 1804 ഏപ്രിലിൽ ബേബർ വളരെ കർശനമായ പുതിയൊരു നയം കൊണ്ടുവന്നു. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നൊരു തന്ത്രമായിരുന്നു അത്. അതായത് പ്രദേശവാസികളാരും തന്നെ കലാപകാരികൾക്ക് അഭയമോ സഹായമോ നൽകരുത്. മാത്രമല്ല അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടനെ ബ്രിട്ടീഷുകാരെ അറിയിക്കുകയും വേണം. സ്വന്തം ആളുകളെക്കൊണ്ട് തന്നെ രാജാവിനെ ഒറ്റിക്കൊടുക്കാനുള്ളൊരു വല്ലാത്ത കെണി. അതെ. ജനങ്ങൾക്കിടയിൽ പരസ്പരം സംശയവും ഭയവും വളർത്തുക എന്നതായിരുന്നു ബേബറുടെ തന്ത്രം. ഇതോടെ കാടുകളിലേക്കുള്ള ഭക്ഷണവും മറ്റു സഹായങ്ങളും കർശനമായി തടഞ്ഞു. ബേബർ രാജാവിനെയും അനുയായികളെയും രാപ്പകൽ ഭേദമില്ലാതെ പിന്തുടർന്നു. ഒരു വേട്ടയ്ക്കൊടുവിലാണല്ലോ 1805 നവംബർ 30-ന് മാവിലെന്തോടിൽ വെച്ച്, അതായത് ഇന്നത്തെ വയനാട്ടിലെ മാനന്തവാടിയിൽ വെച്ച് വെടിയേറ്റ് രാജാവ് മരിക്കുന്നത്.
ഇതോടെ വർഷങ്ങൾ നീണ്ട രണ്ടാം പഴശ്ശി കലാപത്തിന് തിരശീല വീണു. പക്ഷേ ഇവിടെ നമ്മൾ ചരിത്രത്തിൽ വളരെ അപൂർവമായി കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇത്രയും കാലം രാജാവിനെ വേട്ടയാടിയ ബേബർക്ക് യഥാർത്ഥത്തിൽ പഴശ്ശിരാജാവിനോട് വളരെ വലിയ ബഹുമാനമുണ്ടായിരുന്നു. അതെ, രാജാവിന്റെ മൃതദേഹം ബേബർ തന്റെ സ്വന്തം പല്ലക്കിലാണല്ലോ മാനന്തവാടിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് എല്ലാവിധ ആചാരങ്ങളോടെയും അത് ദഹിപ്പിച്ചു. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന പ്രശസ്തമായൊരു ഉദ്ധരണിയുണ്ട്. 1805 ഡിസംബർ 31 മലബാർ പ്രിൻസിപ്പൽ കളക്ടർക്ക് എഴുതിയ കത്തിൽ ബേബർ പഴശ്ശിരാജാവിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്. ആ വാചകം വളരെ പ്രസിദ്ധമാണ്. അതെ, ഒരു കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ളൊരു നാട്ടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവെന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഇത്രത്തോളം ആദരിക്കണമെങ്കിൽ ആ പോരാട്ടത്തിന്റെ വീര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നു നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ശരിയാണ്. ഒരു പരാജയപ്പെട്ട ശത്രുവായിട്ടല്ല, മറിച്ച് സ്വന്തം നാടിനു വേണ്ടി പോരാടിയ ഒരാളായിട്ടാണ് ബേബർ അദ്ദേഹത്തെ കണ്ടത്. രാജാവിന്റെ മരണത്തോടെ മലബാറിലെ അധികാരത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള നാട്ടുരാജാക്കന്മാരുടെ പോരാട്ടങ്ങൾ അവസാനിച്ചു. പക്ഷേ ജനങ്ങളുടെ പോരാട്ടങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ 1812 കുറിച്യർ കലാപത്തിലേക്ക് വരുന്നത്. പഴശ്ശി കലാപങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു പശ്ചാത്തലമായിരുന്നു ഇതിന്. അതെ, 1812 വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ചേർന്നാണ് ഈ കലാപം നടത്തിയത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പുതിയൊരു നികുതി നയമായിരുന്നു. അക്കാലത്ത് കാർഷിക വിഭവങ്ങളായിരുന്നല്ലോ നികുതിയായി നൽകിയിരുന്നത്. എന്നാൽ തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇനി മുതൽ സാധനങ്ങൾക്ക് പകരം പണം തന്നെ നികുതിയായി നൽകണമെന്ന്. പണമിടപാടുകൾ ശീലമില്ലാത്ത സാധാരണക്കാർക്ക് അത് അസാധ്യമായ കാര്യമായിരുന്നു. അങ്ങനെയാണ് രാമൻ നമ്പി എന്ന നേതാവിന്റെ കീഴിൽ ഈ കലാപം ആരംഭിക്കുന്നത്. അവരുടെ ആ മുദ്രാവാക്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അതെ, തങ്ങളുടെ ജീവിതമാർഗത്തിനുമേൽ ബ്രിട്ടീഷുകാർ കൈവച്ചപ്പോഴുള്ള ഒരു ചെറുത്തുനിൽപ്പായിരുന്നു അത്. ഒടുവിൽ 1812 മെയ് 8 ശക്തമായ നടപടിയിലൂടെ ബ്രിട്ടീഷുകാർ ഈ കലാപം അടിച്ചമർത്തി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഈ രണ്ട് കലാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. പഴശ്ശി കലാപം പ്രധാനമായും അധികാരത്തിനും ഭൂമിക്കുമേലുള്ള അവകാശത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ കുറിച്യർ കലാപം എന്നത് അന്യായമായ നികുതി നയങ്ങൾക്കും തങ്ങളുടെ ഉപജീവനത്തിനും വേണ്ടിയുള്ള അതിജീവന പോരാട്ടമായിരുന്നു അല്ലേ? മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉണ്ടായ അവസാനത്തെ ആദ്യകാല കലാപമായിരുന്നു കുറിച്യരുടേത് എന്നതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശരിയാണ്. ഈ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ തന്നെ PSC പരീക്ഷകളിലെ പല പ്രസ്താവനാ ചോദ്യങ്ങൾക്കും ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് തോമസ് ഹാർവി ബേബറും സർ ആർത്തർ വെല്ലസ്ലിയും തമ്മിലുള്ള വ്യത്യാസം. അതൊരു നല്ല പോയിന്റാണ്. പലർക്കും സംശയം വരുന്നതാണത്. അതെ, രണ്ടാം പഴശ്ശി കലാപകാലത്ത് മലബാറിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് കമാൻഡർ ഇൻ ചീഫ് സർ ആർത്തർ വെല്ലസ്ലിയാണ്. എന്നാൽ സബ് കളക്ടർ ആയിരുന്നുകൊണ്ട് ഈ കലാപം അടിച്ചമർത്താനുള്ള പൂർണ്ണ ചുമതല ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് തോമസ് ഹാർവി ബേബറാണ്. കൃത്യം. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കലാപത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നായർ, കുറിച്യർ സമുദായങ്ങളാണ് മുൻപന്തിയിലുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഓപ്ഷനുകളിൽ ഏഴവർ, ബ്രാഹ്മണർ എന്നൊക്കെ കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാം. പിന്നെ 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചപ്പോൾ സമാധാന കരാറിന് മധ്യസ്ഥനായത് ചിറക്കൽ രാജാവാണെന്നതും ആവർത്തിച്ചുവരുന്ന ചോദ്യമാണ്. ഇനി നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ് ശൈലിയിൽ വരുന്ന ചില പുസ്തകങ്ങളും സ്മാരകങ്ങളും നോക്കാം. സർദാർ KM പണിക്കർ രാജാവിനെ കേരളസിംഹം എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരും അതുതന്നെയാണ്. അതെ, പിന്നെ KKN കുറുപ്പ് എഴുതിയ പുസ്തകമാണ് പഴശ്ശി സമരങ്ങൾ. മുണ്ടക്കയം ഗോപി രചിച്ച പുസ്തകത്തിന്റെ പേര് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നാണ്. കുറിച്യരെക്കുറിച്ച് കുമാരൻ വൈലേരിയിൽ എഴുതിയ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകവും ഓർത്തുവെക്കണം. ഇനി സ്മാരകങ്ങളുടെ കാര്യം. രാജാവ് മരിച്ചതും ദഹിപ്പിച്ചതും മാനന്തവാടിയിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പഴശ്ശി സ്മാരകം അഥവാ കല്ലറ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. അവിടെയാണ് പലർക്കും തെറ്റാറുള്ളത്. സ്മാരകം മാനന്തവാടിയിലാണെങ്കിലും പഴശ്ശി മ്യൂസിയം ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. അതുപോലെ പഴശ്ശി ഡാം കണ്ണൂരും
പഴശ്ശി ഗുഹ മലപ്പുറത്തുമാണ്. പിന്നെ പഴശ്ശി കോളേജുകൾ 2 സ്ഥലങ്ങളിലുണ്ട്. വയനാട്ടിലെ പുൽപ്പള്ളിയിലും കണ്ണൂരിലെ മട്ടന്നൂരിലും. പിന്നെ തലക്കൽ ചന്തുവിന്റെ സ്മാരകം വയനാട്ടിലെ പനമരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചരിത്രമൊക്കെ പഠിക്കാൻ സിനിമകളും ഒരുപാട് സഹായിക്കും കേട്ടോ. 2009 ഹരിഹരൻ സംവിധാനം ചെയ്ത കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ. MT വാസുദേവൻ നായരായിരുന്നു അതിന്റെ തിരക്കഥ. അതെ, അതില് മമ്മൂട്ടിയാണല്ലോ പഴശ്ശിരാജയായി വള്ളത്. ശരത് കുമാർ എടച്ചേന കുങ്കനായും മനോജ് കെ ജയൻ തലക്കൽ ചന്തുവായും അഭിനയിച്ചു. തിലകന്റെ വീരവർമ്മയും കനിഹയുടെ കൈതേരിമാക്കവുമൊക്കെ ആ കാലഘട്ടത്തെ ശരിക്കും ജീവസുറ്റതാക്കി. പരീക്ഷാ ഹാളിൽ ചിലപ്പോൾ ഈ സിനിമയിലെ രംഗങ്ങൾ ഓർത്താൽ തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. നമ്മള് ഇതുവരെ പറഞ്ഞ ഈ കഥയുടെ ക്രമം മനസ്സിലുണ്ടെങ്കിൽ ഏത് കടുപ്പമുള്ള ചോദ്യത്തെ നേരിടാം. 1800 തുടങ്ങി 1805 അവസാനിച്ചതും വയനാടിന്റെ പ്രശ്നവും പനമരം കോട്ട ആക്രമണവുമൊക്കെ നമ്മളൊരു കഥ പോലെ ചർച്ച ചെയ്തതാണല്ലോ. അതെ, അതുപോലെ കുറിച്യർ കലാപത്തിന്റെ ആ നികുതി പ്രശ്നവും 1812 എന്ന വർഷവുമൊക്കെ നമ്മൾ കൃത്യമായി കവർ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഈ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ എന്റെ മനസ്സിൽ വളരെ പ്രസക്തമായൊരു കാര്യം തോന്നുന്നുണ്ട് കേട്ടോ. എന്താണത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നായർ, മാപ്പിള, കുറിച്യർ, മുസ്ലിം തുടങ്ങിയ സമുദായങ്ങളെ യാതൊരു വേർതിരിവുമില്ലാതെ ഒറ്റക്കെട്ടായി നിർത്താൻ പഴശ്ശിരാജാവിന് കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു: നാടിന്റെ സംരക്ഷണം. ഇന്നത്തെ കാലത്ത് ഇത്രയും വൈവിധ്യമുള്ള സമൂഹങ്ങളെ ഒരു പൊതുലക്ഷ്യത്തിനായി ഒന്നിപ്പിക്കാൻ എന്തായിരിക്കും വേണ്ടിവരിക? ചരിത്രത്തിലെ ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. വളരെ ആഴത്തിലുള്ളൊരു ചിന്തയാണത്. വ്യത്യസ്തതകൾക്കിടയിലും ഒരു പൊതുലക്ഷ്യത്തിനു വേണ്ടി മനുഷ്യർക്ക് എങ്ങനെ ഒന്നിക്കാമെന്നത് ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം തന്നെയാണ്. ആ ഒരു നല്ല ചിന്തയിൽ ഇന്നത്തെ നമ്മുടെ ഈ ചരിത്ര വിശകലനം നാം പൂർണ്ണമാക്കുകയാണ്. വരും ദിവസങ്ങളിലെ പരീക്ഷകൾക്ക് ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.